this morning, I invite your attention to Book of James, chapter 1, and I want to cover from verses 1 through 4. ആമേൻ. ഇന്ന് പ്രഭാതത്തിലെ യാക്കോബിന്റെ എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. I read my translation like this: I, James, a bond servant of God and of the Lord Jesus Christ, to the 12 scattered tribes and greetings. Amen. Consider it nothing but joy, my brothers and sisters, whenever you fall in various trials. Amen. Be assured that the testing of your faith produces endurance. And let endurance have its perfect result, and do a thorough work, so that you may be perfect and completely developed, lacking in nothing. ആമേൻ. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. My goal is, I've been praying for some time to go through a series, and God's Holy Spirit pointed me to Book of James, and so my goal is to kind of, in the coming weeks, to talk from this book. ആമേൻ. ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യാക്കോബിന്റെ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു ശ്രേണിയായിട്ട് വരും ദിനങ്ങളിൽ വരും ആഴ്ചകളിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There are different reasons for that, but today, because of the lack of time, I just want to quickly go to the message. ആമേൻ. പല കാരണങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ദൂതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. The beginning, it says, I, James, a bond servant of the Lord Jesus and God. ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ദൈവത്തിന്റെ ദാസനായ, ഞാൻ കർത്താവായ ദൈവത്തിന്റെ ദാസനായ യാക്കോബ് എന്ന് തുടങ്ങുന്നു. The introduction is very peculiar, and because there are so many Jameses at that time. ആ കാലഘട്ടങ്ങളിൽ അനേക യാക്കോബുമാരുണ്ടായിരുന്നു. There is the James called the sons of Zebedee, they called the sons of thunder. ആമേൻ. സെബദിയുടെ മക്കളായ അവിടുത്തെ യാക്കോബ്, അല്ലെങ്കിൽ ഇടിമക്കൾ എന്നറിയപ്പെടുന്നതിൽ ഒരുവനായ യാക്കോബ്. Sons James, the son of Alphaeus, another disciple. ആമേൻ. മറ്റൊരു ശിഷ്യനായ അൽഫയുടെ മകനായ യാക്കോബ്. James, the father of Judas, another disciple, not the Iscariot, the other Judas. ഇസ്കറിയോത്ത് അല്ലാത്ത യൂദയുടെ അപ്പനായ യാക്കോബ്. Then James, technically the half brother of Jesus. യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായ യാക്കോബ് എന്നും പറയുന്നു. So he is not differentiating which James it is. ഏത് യാക്കോബ് എന്ന് ഇവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും, and he knows that there are so many people with that name. ആമേൻ. ഈ പല പേരുകൾ, ഈ പേര് അനേകർക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. The only qualification he gives introducing himself is James, the bond servant of Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ ബദ്ധനായ ദാസനായ യാക്കോബ് എന്ന് പറഞ്ഞാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. Bible scholars agree that this is the half brother of Jesus. James is the one writer of this. വചന പണ്ഡിതന്മാർ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു. So then if you look at that James, he has a lot of credentials to say. ആ അദ്ദേഹത്തിലെ യാക്കോബിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ എടുത്തു പറയാൻ അനവധി കാരണങ്ങളുണ്ട്. He doesn't say that I am the half brother of Jesus and James. He doesn't say that way. യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായ യാക്കോബ് എന്ന് ഇവിടെ എടുത്തു പറയുന്നില്ല. He was the leader of the Jerusalem church, the supreme leader at that time, and Acts chapter 15 we see, but he doesn't say anything about that. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ യെരുശലേമിലെ സഭയുടെ സമുന്നത നേതാവ് എന്ന ഒരുവനായ യാക്കോബ്, എന്നാൽ അത് ഇവിടെ എടുത്തു പറയുന്നില്ല. Book of Galatians chapter 2 verse 9, Apostle Paul says he is one of the 3 pillars of the church at that time. ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യെരുശലേം ദേവാലയത്തിന്റെ 3 തൂണുകളിൽ ഒരുവനായ യാക്കോബ് എന്ന് പറയുന്നുണ്ട്. Even after Peter being delivered from the prison, Peter sent a specific message
message to James, he has such a prominent place there. ആമേൻ. പുറത്തു വന്ന പത്രോസ് തടവറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യാക്കോബിന് പ്രത്യേകമായ ഒരു ദൂത് പറയുന്നുണ്ട്. അത്രമാത്രം സമുന്നത നേതാവായ ഒരുവനായി യാക്കോബ് But കാണുന്നു. James is not saying anything about എന്നാൽ that. ആ കാരണങ്ങളൊന്നും ഇവിടെ ഈ യാക്കോബ് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നില്ല. The interesting thing is that this James was not a believer when Jesus was on earth. He didn't believe in the ministry of Jesus. ഇവിടെ ഈ ലോകത്തിലെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ ഈ സഹോദരനെ ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നില്ല. John's Gospel chapter 7 verse 5 we read that they didn't believe him. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കടന്നുമ്പോൾ അവിടെ സഹോദരന്മാർ ആരും അവനെ വിശ്വസിച്ചില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. But there is a unique experience after the resurrection of Jesus Christ. He appeared to James. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവന്റെ മുമ്പാകെ യേശുക്രിസ്തു അവർ പ്രത്യക്ഷപ്പെട്ടു. 1 Corinthians chapter 15 verse 7 we read that. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15:7 വരുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയും. So that unique experience changed him. അങ്ങനെയുള്ള പ്രത്യേകമായ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ് അവിടുത്തെ ജീവിതത്തിന് മാറ്റം വന്നത്. So at that moment onwards James is a different person. അവിടെ നിന്നുകൊണ്ട് യാക്കോബിന്റെ ആ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നു. And that is something that is very interesting because the resurrection of Christ really changed the vision about the resurrection of Christ, changed this man and about 180 degrees. ആമേൻ. ഈ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം തന്റെ മുമ്പിൽ ആഗമിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരു 180 ഡിഗ്രിയിൽ തന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചൊരു യാക്കോബ്. And then we can see he is totally committed to Jesus. അവിടെ നിന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പാകെ പൂർണ്ണ സമർപ്പണ മനോഭാവത്തോടായിരിക്കുന്ന യാക്കോബ്. That's why he is saying that I am a bond servant of Jesus Christ. അതുകൊണ്ടാണ് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ബദ്ധനായ ഒരു ദാസൻ എന്ന് അവൻ എടുത്തു പറയുന്നത്. And that word has so much importance. ആ ദാസൻ എന്ന ദാസ്യത്വത്തിന് അനേക ഇമ്പോർട്ടൻസ് ഇവിടെ പറയുന്നുണ്ട്. In Malayalam it says dasan, and in some translation it says servant, but the actual correct translation is bond servant. അവൻ ബദ്ധനായ ദാസൻ എന്നുള്ള യഥാർത്ഥ മീനിങ്ങിൽ നിന്നാണ് പറയുന്നത്. The Greek word is a doulos, that means a bond servant. അവൻ ഡ്യൂലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബന്ധിക്കപ്പെട്ട ഒരു ദാസൻ എന്ന പോലെ. Other ordinary servants, the paid servants or the workers who come to work, that kind of servants, there are two other words are used, either called mistios or diakonos. These are the two words, but that was never used for a bond servant. മിസ്റ്റിയോസോ ഡയക്കനോസോ എന്നുള്ള രണ്ട് പദങ്ങളുണ്ട്. എന്നാൽ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ബന്ധിക്കപ്പെട്ട ഒരു ദാസനിൽ കൂടെ യാക്കോബ് കാണിക്കുന്നത്. So this, what does that mean, a bond servant? എന്താണ് ഈ ബന്ധിക്കപ്പെട്ട ദാസൻ, ബദ്ധനായ ദാസനിൽ കൂടെ അർത്ഥമാക്കുന്നത്? And I want to kind of simply explain that this is a person completely sold out for somebody. മറ്റുള്ളവർക്ക് മറ്റൊരാൾക്ക് വേണ്ടി തന്നെ വിൽക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ബന്ധിക്കപ്പെട്ട ദാസൻ എന്ന് പറയുന്നത്. And I want to kind of explain that from book of Exodus chapter 21. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 21ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ we know who a bond servant is. ആരാണ് ഒരു ദാസൻ എന്ന് അവിടെ നിന്ന് നമുക്ക് കാണുവാൻ Let me കഴിയും. paraphrase quickly and tell you. പെട്ടെന്ന് ഞാൻ വളരെ ചുരുക്കമായി നിങ്ങളോട് പറയട്ടെ. If a person is hired or purchased by another rich man, ഒരു മറ്റൊരു ഉന്നതനായ വ്യക്തി ഒരു വ്യക്തിയെ വിലയ്ക്ക് വാങ്ങുമ്പോൾ, and he will come as a servant and work there for 6 years, അവൻ അവിടേക്ക് കടന്നു വന്ന് 6 വർഷക്കാലമായി യജമാനന് വേണ്ടി അവൻ ജോലി ചെയ്യുന്നു. but by the Jewish law on the 7th day that man must be let go. എന്നാൽ യഹൂദ മത ന്യായപ്രമാണ പ്രകാരം 7ാം വർഷം അവൻ അവിടുന്ന് സ്വതന്ത്രനാവണം. So the master will come and say that you are free today onwards. 7ാം വർഷക്കാലം യജമാനൻ കടന്നു വന്ന് നീ ഇന്നു മുതൽ സ്വതന്ത്രനായിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. But the man says I don't want to leave you. ഓ എനിക്ക് നിന്നെ വിട്ടു പോകണ്ട എന്ന് ഈ വ്യക്തി പറഞ്ഞാൽ, He says I want out of pure love and devotion to you, I want to stay with you. ആമേൻ, എന്റെ ഉള്ളിലുള്ള സ്നേഹത്തിനുമുണ്ട് എനിക്ക് നിന്നെ സേവിക്കണമെന്ന വ്യക്തി പറയുന്നു. And the owner will give an option. ഓ അവിടെ യജമാനൻ ഇങ്ങനെ അവനോട് പറയും, He will bring this servant in front of God. That means those are the people, the priest or somebody. ആമേൻ, അവിടെ ആയിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ അല്ല മത പുരോഹിതന്മാരുടെ മുമ്പാകെ അവനെ കൊണ്ടുവന്നിട്ട്, And he will put this man by the door or by the doorpost. ആമേൻ, അവിടെ ആയിരിക്കുന്ന ആ കട്ടളമേലോ കട്ടളവാതിക്കൽമേലോ അവനെ കൊണ്ടുവന്നിട്ട്, And he will take his ear to the doorpost. ആമേൻ, ആ കട്ടളവാതിക്കലിന്റെ അടുക്കലേക്ക് അവന്റെ ചെവി കൊണ്ടുവന്ന്, And he will take an awl which is a strong needle and he will pierce his ear through it to the post. ആമേൻ, ആ ശക്തമായ ഒരു സൂചി എടുത്തിട്ട് അവന്റെ കാത് കുഴിച്ച് തുറക്കുന്നതായി കാണുന്നു. And that day onwards, അവൻ അവിടെ നിന്ന് തൊട്ട്
this man is a bond servant of this honor. അവൻ ആ യജമാനൻ ആ സമയം തൊട്ട് അവൻ യഥാർത്ഥമായ ഒരു ബന്ധിക്കപ്പെട്ട ഒരു ദാസനായി He മാറുകയാണ്. says, for the life of my life, I will not leave you, I will serve you, I will be with you. അവൻ ഇനി എന്റെ ജീവകാലം മുഴുവൻ ഞാൻ നിന്നോടൊപ്പം ആയിരിക്കാം, നിന്നെ മാത്രം അങ്ങേ മാത്രം സേവിച്ച് അങ്ങയുടെ അടിമയായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. And what does this mean when Apostle James say, I am a bond servant? എന്നാൽ ഈ ഭാഗത്തിൽ നിന്ന് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് എന്താണ് അതിൽ കൂടി അർത്ഥമാക്കുന്നത്? What is the New Testament parallel we see for that one? എന്താണ് പുതിയ നിയമത്തിന്റെ ഇതിൽ കൂടി അർത്ഥമാക്കുന്നത്? This is strictly a voluntary decision because nobody forcing him to do that way. ആരും അവനെ പ്രേരിപ്പിക്കാതെ അവൻ തന്നെ സ്വയം എടുക്കുന്ന ഒരു തീരുമാനം. In the New Testament we can see only one sign. ആമേൻ. ഒറ്റ അടയാളം മാത്രമേ പുതിയ നിയമത്തിൽ കൂടി കാണുവാൻ We കഴിയുള്ളൂ. see that Apostle Paul said, I am crucified with Christ. ആമേൻ. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു. Galatians 2:20 says, I am crucified and it is no longer I who live. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 വരുമ്പോൾ വായിക്കുന്നത്, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല. Just like the other servant who is willingly coming and standing by the door side and putting his ears for the master to pierce, here we can see that a believer, when we believe, we are standing by the cross and saying, yes, I am nailed to the cross. ആമേൻ. പഴയ നിയമത്തിൽ ആ ദാസന ആ ഡോർ സ്റ്റെപ്പിലേക്ക് കടന്നു വന്നിട്ട് തന്റെ തന്റെ കാരണങ്ങൾക്ക് അവിടെ കുഴിച്ചു തുറക്കപ്പെട്ട് അവരോടൊപ്പം ചേരുന്നത് പോലെ പുതിയ നിയമത്തില് ക്രൂശിന്റെ മറവിലേക്ക് ചാരി വന്ന് തന്നെ എന്റെ യജമാനനെ സേവിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു, സ്വയമേ വിളിച്ചു പറയുന്നു രാജാവ്. അവരെന്നാണ് ഇവിടെ കാണുന്നത്. Exodus chapter 21 verse 5 we see that the motivation is he say, I love my master. ഞാൻ എന്റെ യജമാനനെ സ്നേഹിക്കൂ എന്ന് പഴയ നിയമത്തിൽ ദാസൻ വിളിച്ചു പറയുന്നു. I will not go out free anymore. ഇനി ഞാൻ സ്വതന്ത്രനായി അങ്ങേ വിട്ടിട്ട് എങ്ങും പോവുകയില്ല. What does the cross say? എന്നാൽ ക്രൂശിൽ എന്താണ് പറയുന്നത്? Galatians 2:20 we see that and the life which I now live in the flesh I live by faith in the Son of God. ആമേൻ. ഞാൻ ഇനി ജീവിക്കുന്നത് ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നെ സ്നേഹിച്ച എന്റെ കർത്താവിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നു. Amen. Such a surrender. അത്രമാത്രം അടിമപ്പെട്ടാണ് അവിടെ ആയിരിക്കുന്നത്. Because the cross, we stick to the cross because we love the master. ഓ എന്റെ യജമാനൻ, നമ്മൾ അത്രമാത്രം നമ്മുടെ യജമാനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ക്രൂശിനോട് ഓരം ചേർന്ന് നാം നടക്കുക. In the Old Testament when somebody gives themselves like that one, the ownership is completely changed forever. ആമേൻ. അവിടെ നിന്ന് പഴയ നിയമത്തിൽ ഒരുവൻ തന്റെ യജമാന്റെ അടുക്കിലേക്ക് സ്നേഹത്തോടെ കടന്നു വരുമ്പോൾ അവിടെ യജമാനത്വത്തിന്റെ മാറ്റം സംഭവിക്കുകയാണ്. And in the New Testament when we crucify, ആമേൻ, ആ പുതിയ നിയമത്തിലേക്ക് നാം നമ്മെ തന്നെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കുമ്പോൾ, in reality according to the scripture, ആമേൻ, തിരുവെഴുത്ത് പ്രകാരം യഥാർത്ഥമായി വിളിച്ചു പറയുന്നത്, we are transferring the ownership to our master. നമ്മുടെ യജമാനത്വം നമ്മുടെ തമ്മിലുള്ള ഓണർഷിപ്പ് നമ്മുടെ നാഥനായി സമർപ്പിക്കുകയാണ്. At that day onwards what Jesus asking us to do. ആമേൻ. ആ സമയത്ത് യേശുക്രിസ്തു നമ്മോട് എന്ത് ചെയ്യാൻ, Amen. Whatever the master asking us to do, that is what we will do. എന്താണോ യജമാനൻ നമ്മോട് കൽപ്പിക്കുന്നത് പറയുന്നത് അന്ന് തൊട്ട് അത് യജമാനന്റെ അനുസരണയ്ക്കനുസരിച്ച് കീഴടങ്ങി മുമ്പോട്ട് ഓടണം. Just like the Old Testament bond servant is doing out of love, we out of love is the one we committed that way. പഴയ നിയമത്തില് യജമാനുള്ള സ്നേഹത്തോടെ ദാസൻ എടുത്ത തീരുമാനം യജമാനന് വേണ്ടി അനുസരണത്തോടെ നിൽക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മുടെ യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണ ഭാവത്തോടെ മുമ്പോട്ട് ഓടുന്നു. Any person who look at the year of the whole of a person in the Old Testament know that he is a bond servant of somebody. പഴയ നിയമത്തിൽ ഏതൊരു ദാസന്റെയും ചെവി തുറന്നതായി കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ യജമാനെ സ്നേഹിച്ചു യഥാർത്ഥ ദാസനായി അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. When we call ourselves a bond servant of Christ, ഓ ഞാൻ യേശുക്രിസ്തുവിന്റെ ബന്ധിക്കപ്പെട്ട ദാസൻ എന്ന് നാം നമ്മെ തന്നെ വിളിച്ചു പറയുമ്പോൾ, amen, there is a spiritual mark upon our life. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഒരു സൈൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. There is no nail on me, there is no nail mark on me. നമ്മുടെ പുറമേ നമ്മുടെ മുമ്പ് ഒരു നെയിലിന്റെ അടയാളമില്ല എങ്കിൽ പോലും, amen, but there every person can visibly see a mark on you and me if we are a bond servant of Christ. യഥാർത്ഥമായി ദൈവത്തിന്റെ ദാസനായി നാം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മെ കാണുന്ന ഓരോ വ്യക്തി നമ്മിൽ കൂടി ഒരു ദൈവത്തിന്റെ ബന്ധിക്കപ്പെട്ട ദാസൻ എന്നവൻ തിരിച്ചറിയും. This James, when he realized who Jesus is, ആരാണ് യഥാർത്ഥമായി യേശുക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് അപ്പോസ്തലൻ, he
calling himself as a bond servant of Jesus. യേശു ക്രിസ്തുവിന്റെ ബന്ധിക്കപ്പെട്ട ദാസനായിട്ട് അവൻ തന്നെ സമർപ്പിച്ച് വിളിച്ചു പറയുന്നു. Oh, what a great attitude for us to follow. എത്ര ഉന്നതമായ ആ മനോഭാവം, അതിനെ നമുക്ക് എത്രമാത്രം പിന്തുടരുവാൻ Amen. It is not the positions, it is not anything in this world. അവൻ ഈ ലോകത്തുള്ള ഉന്നത സ്ഥാനമാനങ്ങൾ ഒന്നുമല്ല. The credentials are one way good, but that is not what making us close to God. സ്ഥാനമാനങ്ങൾ നല്ലത് തന്നെ, എന്നാൽ അത് നമ്മുടെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നില്ല. Amen. You and me, we must have the attitude as a bond servant to Christ. Then there is a difference in the meaning of Christianity. ആമേൻ. നമ്മുടെ യേശു ക്രിസ്തുവിനോട് യഥാർത്ഥമായി ഇഴുകിച്ചേരുമ്പോൾ അവിടെയാണ് ക്രിസ്ത്യാനി എന്നതിന് പദത്തിന് ഒരു മാറ്റം വരുന്നത്. Brother and sister, I want to remind you that we are a bond servant to Christ, not for people. അവൻ ഈ ലോകത്തിന് അടിമപ്പെടുവാൻ, ഈ ലോകത്തിന്റെ ദാസനല്ല, യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് തിരിച്ചറിയണം സഹോദര Amen. A സഹോദരി. bond servant of Christ doesn't mean that we're going to be a doormat for people. അവൻ അങ്ങനെ കർത്തൃദാസവനും കർത്താവിന്റെ ദാസനായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ ഒരു ചവിട്ടുപടിയാവാൻ അനുവദിക്കരുത്. Amen. A bond servant of Christ has a unique humility and a powerful authority. ആമേൻ. ഒരു കർത്തൃദാസനായ ഒരുവന് ഒരു യഥാർത്ഥമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ അതിൻ്റെതായ അതിനുപരിയായ ഒരു അധികാരം അവനിൽ Because we will see when we book of James, when we read this book. അവൻ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ അതിൽ കൂടി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. Because we know this book is all about faith and work. ആമേൻ. ഇവിടെ വിശ്വാസത്തിന്റെയും അതിലൂടെയുള്ള പ്രവൃത്തിയുമാണ് ഇതിൽ കൂടെ നാം കാണുന്നതെങ്കിലും That's what everybody says. അതാണ് എല്ലാവരും വിളിച്ചു പറയുന്നത്. That is very true. അത് സത്യം തന്നെ. But there is one peculiar thing about this book. എന്നാൽ ഈ ബുക്ക്, ഈ ലേഖനത്തിൽ ചില പ്രത്യേകതകൾ കാണാനുണ്ട്. Only 14 times faith mentioned in this book. 14 പ്രാവശ്യം വിശ്വാസത്തെ എടുത്തു പറയുമ്പോൾ But 59 commandments are given in this book. 59 കൽപ്പനകൾ ഇതിനകത്ത് കൂടി വിളിച്ചു പറയുന്നു. To obey. ആമേൻ. അനുസരിക്കുക. An obedient work is the genuine faith. അനുസരണ മനോഭാവമുള്ള ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥമായ വിശ്വാസമെന്ന്. That's what James is trying to say. അതാണ് യാക്കോബ് അപ്പോസ്തലൻ ഇതിൽ കൂടി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. So we are going to learn the first point. We want to kind of before even we go into any other topic, we have to really ask ourselves, Lord, am I really a bond servant of you? അവൻ ഇതിൽ കൂടി പഠിക്കുമ്പോൾ യഥാർത്ഥമായി നാം ചോദിക്കും, യഥാർത്ഥമായി ഞാൻ ഒരു കർത്താവിന്റെ ദാസനാണോ എന്ന് ചോദ്യം ഉന്നയിക്കും. Am I really fully sold out for you, Lord? ഞാൻ യഥാർത്ഥമായി അങ്ങയ്ക്ക് വേണ്ടി വിൽക്കപ്പെട്ടുവോ എന്നുള്ളൊരു ചോദ്യം. Do I really love you? യഥാർത്ഥമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. Is it my desire or is it your desire? എന്റെ യഥാർത്ഥ ആഗ്രഹമാണോ അതോ അങ്ങയുടെ ആഗ്രഹമാണോ എന്നൊരു ചോദ്യം. Is it your plan or is it my plan? എന്റെ പ്ലാൻ ആണോ അതോ അങ്ങയുടെ പദ്ധതിയിലാണോ ഞാൻ ആയിരിക്കുന്ന ചിന്ത. And if we are honest and if we do a thorough examination, I think if you're true to yourself and true to the word of God, we may come to a conclusion that I am not truly a bond servant of Christ. ആമേൻ. സത്യസന്ധമായി നമ്മെ തന്നെ നോക്കുമ്പോൾ, നമ്മൾ ഇതിൽ ആഴമായി പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ ദാസനെന്നല്ല എല്ലാ എന്നുള്ളൊരു തിരിച്ചറിവ് ചിലപ്പോൾ. But this morning the Holy Spirit is saying we don't want to be condemned and go that way, but what shall we do about it? അങ്ങനെ തന്നെ കുറ്റം വിധിച്ച് അങ്ങനെ കുറ്റമനോഭാവത്തോടെ പോകുവാനല്ല, അതിനൊരു മറുപടി പ്രതിവിധി എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകണം. I mean, do we want to be a bond servant or do we want to kind of have our own life? ആമേൻ. നമുക്കൊരു കർത്താവിന്റെ ദാസനായി മാറണോ അതോ നമ്മുടേതായ ജീവിതത്തിന്റെ ഇംഗിതത്തിന് അനുസരിച്ച് പോകണമോ? If you and me have to kind of give a meaningful Christianity to the world, we must be crucified with Christ. ഈ ലോകത്തിന് യഥാർത്ഥമായ ക്രിസ്ത്യാനി എന്നതിന്റെ അർത്ഥം നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഈ ലോകത്തിൽ നാമും ക്രിസ്തുവിനോട് യഥാർത്ഥമായി ക്രൂശിക്കപ്പെട്ടേ മതിയാകൂ. And the sad or a good thing and the sad thing is this. നല്ലതും തീയതും ഇതിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. Amen. We may not know, but the world know whether we are crucified or not. നമ്മൾ ഒരു പക്ഷെ തിരിച്ചറിയുന്നില്ല, നമ്മെ കാണുന്ന ഒരുവൻ യഥാർത്ഥമായി മനസ്സിലാവും നമ്മൾ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ അനുയായി ദാസനാണോ ക്രൂശിക്കപ്പെട്ടവനാണോ എന്ന്. My friends know. എന്റെ കൂടെ നടക്കുന്ന സഹപ്രവർത്തകര്, My co-workers know. എന്നോട് ജോലി സ്ഥലത്തായിരിക്കുന്നവര്. But I may not know how much I am crucified to Christ. ആമേൻ. എന്റെ ക്രിസ്തുവിനോട് ഞാൻ എത്രമാത്രം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തില്ലായിരിക്കാം. James had a very powerful place in the New
New Testament church. ആമേൻ. ഈ പുതിയ നിയമസഭയ്ക്കകത്ത് യാക്കോബ് അപ്പോസ്തലൻ യഥാർത്ഥമായി സമുന്നതമായ ഒരു പദവിയാണ് വഹിച്ചുകൊണ്ടിരുന്നത്. To understand the church at the early stage. ആമേൻ. യേശു ബഹുദ അന്നത്തെ ആദ്യ നിയമസഭയുടെ A lot of people believed in Christ. ആമേൻ. അനേകർ ദൈവത്തെ ക്രിസ്തുവിനെ They വിശ്വസിച്ചു. took water baptism. അവര് ജലസ്നാനം ഏറ്റെടുത്തു. Some of them are filled with the Holy Spirit. അനേകര് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. There are some churches, pockets of churches are being formed. ആമേൻ. അനേക സഭകൾ അവിടെ വളർന്നു വന്നു. But that didn't mean that they are completely by the word of God and completely living under grace. They just are trying to follow both the law and the grace. അവിടെ വളർന്നു വന്ന സഭകൾ യഥാർത്ഥമായി തിരുവചനത്തിന് കീഴിലായിരുന്നു, യഥാർത്ഥമായി ക്രിസ്തുവിന്റെ കീഴിലായിരുന്നു എന്നായിരുന്നു അല്ല. യഥാർത്ഥത്തിൽ അവർ പ്രമാണവും പഴയ നിയമ പ്രമാണവും പുതിയ നിയമവും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു. They didn't have all of the Bible, the New Testament we have. നമുക്കുള്ളതുപോലെ ഇങ്ങനെ ഒരു പുതിയ നിയമത്തിന്റെ അവസ്ഥ, പുതിയ നിയമ പുസ്തകം അവർക്കുണ്ടായിരുന്നില്ല. Here and there the apostles wrote and taught them, but they didn't have a Bible in this way. അവരോട് പറയും എഴുതപ്പെട്ട വാസ്തവം ഉണ്ടെന്ന്, ഇതുപോലെ എഴുതപ്പെട്ട ഒരു തിരുവചനം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലല്ലോ. They were confused about some of the practices of the Jewish people, Jewish thing they have been done, they have been following till then, and should I do that one or shouldn't I do that? ആ ദൈവത്തെ തിരുസഭയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അന്ന് ഫോളോ ചെയ്ത യഹൂദ മതാചാരങ്ങളെ ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയ വിചാരം അവരുടെ ഉള്ളിൽ ഉയർന്നു. The temple and services were going on, അങ്ങനെ ആ ദൈവത്തിന്റെ ശുശ്രൂഷകളും ആരാധനാലയങ്ങളും കടന്നു പോകുന്നു. and some people say we want to follow that way, some people say we want to follow this way. So there was a small different factions and divisions in the church. ചില വിഭാഗങ്ങൾ പറയുന്നു ഇത് ഈ ആചാരം അനുഷ്ഠിക്കണം, ചിലർ പറയുന്നത് അനുഷ്ഠിക്കേണ്ട കാര്യത്തില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗീയത അവിടെ ഉയർന്നു വന്നു. So there is a lot of issue in the church. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് ഉയർന്നു People വരുന്നു. got a lot of questions, അനേക ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. and Apostle James wanted to address those things. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ തക്കവണ്ണം പൗലോസ് യാക്കോബ് ആയിരിക്കുന്നു. And then there are so many issues, like in this book it says the trials, the temptations, different levels of faith, poverty, wealth, social justice, favoritism, and making plans of prayer, sickness, and many practical things that he was addressing. അങ്ങനെ പരീക്ഷണങ്ങള് ഉന്നതമായ സമ്പന്നത, അങ്ങനെ പലവിധ പ്രയാസങ്ങൾ, പ്രലോഭനങ്ങൾ, അങ്ങനെയുള്ള പലവിധമായ പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വന്നത് ഈ അപ്പോസ്തലൻ യാക്കോബ് അപ്പോസ്തലൻ ആൻസർ കൊടുക്കുന്നു. So from the very early on he is jumping into a topic called a trial. ആമേൻ. പരീക്ഷകൾ എന്നുള്ള ഒരു ഇതിലാണ് അദ്ദേഹം. That's why verse 2 says, consider it as a joy, brothers and sisters, whenever you fall into various trials. ആമേൻ. എന്റെ സഹോദരന്മാർ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് സന്തോഷമെന്നുണ്ട് എന്ന് പറയുന്നു. And this morning that's exactly what I want to focus, because I have only another 20 minutes in front of me. അത് മാത്രമാണ് എനിക്ക് കാണാനുള്ള സമയത്തിന് ചുരുക്കം, എത്ര അത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. So the word over here that in Malayalam it's a little bit confusing. ആമേൻ. മലയാളം വേർഷൻ ഇച്ചിരി സംശയം വരുന്നുണ്ട്. Because everything is called parisha. ആമേൻ. പരീക്ഷകൾ എന്ന് എല്ലായിടത്തും പറയും. But that is not, it is a trials and temptation. പരീക്ഷകളുണ്ട്, പ്രലോഭനങ്ങളും. Yes, പരിശോധനകളും പ്രലോഭനങ്ങളും രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇതിനെ അപ്പോസ്തലൻ അവിടെ കാണിക്കുന്നത്. ആമേൻ. The Greek word is a pira. That word can be translated that way or this way based on the context. ആമേൻ. ആ സന്ദർഭത്തിനനുസരിച്ച് പിയറ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. So today we're going to focus only on trial. ആമേൻ. ആ പരിശോധനയെ മാത്രം നാം നോക്കി പോവാം. And what is a trial? എന്താണ് ആ പരിശോധന എന്ന് പറയുന്നത്? A trial is that when that happens, something need to be accomplished through that. ആമേൻ. ആ പരിശോധനകൾ കടന്നു വരുമ്പോൾ എന്തെങ്കിലും അതിൽ കൂടി നേടിയെടുക്കേണ്ടുന്ന ഒരു അവസ്ഥ. So either a trial is to accomplish something, or to kind of find someone's character, or to learn to understand something. So there is a purpose behind trial. ആമേൻ. ചിലരുടെ സ്വഭാവത്തിൽ അതിൽ കൂടി കാണാൻ, ചിലത് അതിൽ കൂടി നേടിയെടുക്കുന്ന ചില അവസ്ഥയാണ് പരീക്ഷകൾ എന്ന് പറയുന്നത്. And so for today's purpose, let's put the temptation away. We only going to put the trial. പ്രലോഭനങ്ങളെ മാറ്റിവെച്ചിട്ട് പരിശോധനകൾ എന്തെന്ന് നമുക്ക് ആഴമായി. So James is saying that consider it's a joy
whenever you fall into various trials. ആമേൻ. നിങ്ങൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ സന്തോഷമെന്ന് എണ്ണുവിനെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ Two പറയുന്നത്. things I want to point out. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നത് അനുഗ്രഹിക്കുന്നു. Apostle James is saying, if you fall into trial, he doesn't say that. ആമേൻ. നിങ്ങൾ പരിശോധനയിൽ ഒരുപക്ഷെ വീഴുകയാണെങ്കിലും നല്ല പറയുന്നത്, നിങ്ങൾ വീഴുമ്പോൾ, whenever. That is an imperative statement. That is no exception. Any person, a child of God, will have a trial. ആമേൻ. ഏതൊരു ദൈവ മക്കൾക്കും വിവിധ പരിശോധനകൾ ഉണ്ട് എന്ന് യാക്കോബ് അപ്പോസ്തലൻ അടിസ്ഥാനമായി പറയുന്നു. Second thing is, then he is saying, consider it as a joy. അത് സന്തോഷം എന്ന് എണ്ണുവിൻ എന്നാണ് അപ്പോസ്തലൻ. That is very difficult. അത് വളരെ പ്രയാസകരമായി തോന്നുന്നു. I don't think that we kind of Apostle James is meaning this way, that you put a smile on your face and pretend that there is nothing and come in and be say cool and happy. ആമേൻ. പരിശോധനകൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി എന്നുള്ളൊരു നാട്യഭാവത്തിൽ കടന്നു പോകണമെന്നല്ല അപ്പോസ്തലൻ. So I want to kind of caution you today. I'm going to go with a little bit of a teaching style. That I just want to kind of tell you people that when someone is going through a deep pain and trial, please try not to walk to that person and say, brother, book of James saying that consider it as a joy and be happy. ആമേൻ. എന്നാൽ ചെറിയ പഠിപ്പിക്കൽ എന്നുള്ള ഞാൻ വിളിച്ചു പറയട്ടെ. ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ആഴമായ വേദനകളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ തിരുവചനത്തിന്റെ ഈ ഭാഗം എടുത്തിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഇത് സന്തോഷമെന്ന് എണ്ണി ആശ്വാസത്തോടെ ഇരിക്കാൻ എന്ന് പറയരുത്. That can be very insensitive. ആമേൻ. അവിടെ അതിന് ബോധ്യമായ ഒരു വർത്തമാനമല്ല. Jesus at the place of Martha and Mary in the tomb, Jesus didn't say, Mary, Martha, trial is part of your life, be happy. ആമേൻ. മാർത്ത ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് ആ മാർത്തയോടോ മേരിയോടോ പറഞ്ഞില്ല, ഈ പരീക്ഷകൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് കൂളായിട്ടിരിക്കും മക്കളെ, നീ ഒരു ചിരിക്കും മോനെ, ആ ചിരി ഒന്ന് വരട്ടെ. That's not what he said. He wept with them. ആമേൻ. അവരോടൊപ്പം യേശുക്രിസ്തു കരയുന്ന ഒരു അവസ്ഥയല്ലേ കണ്ടത്. Amen. Stotram, praise God. So there is what is then Apostle Paul is, James is saying here. എന്നാൽ എന്താണ് യാക്കോബ് അപ്പോസ്തലൻ ഇതിൽ കൂടി പറഞ്ഞു തരുന്നത്? He is not saying to pretend to be happy. ആമേൻ. അങ്ങനെ ഒരു സന്തോഷം എന്ന നാട്യത്തോടെ പോകണമെന്നല്ല പറയുന്നത്. Amen. There is a reason that we can be happy. That's what he is saying. ആമേൻ. നമുക്ക് സന്തോഷിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് ഇതിൽ കൂടി അർത്ഥമാക്കുന്നത്. No trial will be happy for anybody. നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഏത് പരിശോധനകളും നമ്മളെ സന്തോഷം None of us prefer the trials. നമ്മൾ ആരും പരിശോധനയിൽ കൂടി കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. But when we realize that every trial is under the authority of a sovereign God and he accomplishes his purpose through trial, then the perspective changes. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പരിശോധനകളും പരമോന്നത ദൈവത്തിന്റെ കീഴിൽ നിന്ന് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ ആ പരിശോധനയിൽ കൂടി ചിലതൊക്കെ അവിടുന്ന് നേടിയെടുക്കാനുണ്ടെന്ന് ഉള്ള തിരിച്ചറിവുണ്ടെങ്കിൽ, every control is divinely orchestrated by God. His hand is on the switch. ദൈവികമായി നിയോഗിക്കപ്പെട്ട പരിശോധനകളാണ്. ആ ദൈവിക സ്വിച്ചിൽ തന്നെ ആ ദൈവത്തിന്റെ കരവനങ്ങളിലാണ് ഈ പരിശോധനകളെന്ന് തിരിച്ചറിഞ്ഞാൽ, and so Apostle James is saying this one here. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, because when you go through the trial, ആ വിവിധ പരിശോധനകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ God is expecting to accomplish something. ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നേടിയെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Verse 3 they say that be assured that testing of your faith produces endurance. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് തിരിച്ചറിയുവിൻ. And then it says when the endurance do the thorough work of itself, അങ്ങനെ അവിടെ യഥാർത്ഥത്തിൽ ആ സ്ഥിരത തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ then you may be perfect and complete and lack nothing. ഒന്നിലും കുറവില്ലാത്ത തികഞ്ഞവരെ സമ്പൂർണ്ണമാകുന്നു. So when a trial come into our life, നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ the expectation of God is this, ആമേൻ, എന്ന ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് to make me go through this, to make me perfect. തികഞ്ഞവരാക്കി നിങ്ങളെ എടുക്കുവാനാണ്. Amen. To make me like the image of his son. തന്റെ പുത്രന്റെ അതേ ഭാവത്തിൽ അതേ രൂപത്തിൽ നിങ്ങളെ വാർത്തെടുക്കുവാനാണ്. So there is an accomplishment in this process. പരിശോധനയ്ക്കിടക്കകത്ത് ചിലതൊക്കെ നേടിയെടുക്കുക. There is an expectation. ചില പ്രതീക്ഷകൾ ഉയരത്തിൽ നിന്ന് നിങ്ങളിലൂടെ ഉണ്ട്. This is where the greatest difference is. ഇതാണ് ഏറ്റവും യഥാർത്ഥമായ വ്യത്യാസം ഇതിൽ കൂടി കാണുന്നത്. Oftentimes
time you and me ask this question, പലപ്പോഴും ഞാനും നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറില്ലേ? why all these things happening to me? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? Look at my neighbor. എന്റെ അയൽപക്കക്കാരനെ ഒന്ന് Look at the other person. മറ്റൊരു വ്യക്തിയെ ഒന്ന് നോക്കിയേ. They have no trouble. ഒരു പ്രശ്നങ്ങളും ഇല്ലാതല്ലോ. They have no trials. ഒരു പരിശോധനകളും അവരുടെ ഉള്ളിലില്ലല്ലോ. Remember this. ഒന്ന് മാത്രം ഓർക്കുക. Who are you? നീ ആരാണ്? You are a child of God. നീ ദൈവത്തിന്റെ മകനല്ലേ? What is the purpose God has about a child of God? ഒരു ദൈവത്തിന്റെ മകനിൽ കൂടി വാർത്തെടുക്കേണ്ടത് എന്താണ്? He is want to accomplish a perfection in you. അവൻ നിന്നിൽ കൂടി നിന്റെ ജീവിതത്തിൽ കൂടി ചിലതൊക്കെ ദൈവത്തിന് നേടിയെടുക്കേണ്ടതുണ്ട്. He want to make you like his own son. തന്റെ പുത്രന്റെ അതേ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ വാർത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. Look at this one. You may be perfect, completely developed, lacking nothing. ഒന്നിലും കുറവില്ലാത്ത തികഞ്ഞവരും സമ്പൂർണരും ആകിയെടുക്കേണ്ടതിനെന്ന് വിളിച്ചു പറയുന്നു. There is no other process God has designed to make a person perfect that way. അവൻ ഇങ്ങനെ ഒരു തികഞ്ഞവരായി എടുക്കാൻ മറ്റൊരു പ്രോസസ്സും ദൈവത്തിന് മുമ്പിലില്ല. Amen. That is the ultimate goal. അതാണ് ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. One day we will stand in front of this Almighty God. ദൈവത്തിന്റെ പരമോന്നത ദൈവത്തിന്റെ മുമ്പാകെ ഒരു ദിവസം ഞാനും നിങ്ങൾ നിൽക്കും. We cannot go over there unless we reach a certain level of perfection. യഥാർത്ഥമായ ഒരു തികഞ്ഞ ഒരു പെർഫെക്ഷനിൽ തികഞ്ഞവരായി എത്തിയില്ലെങ്കിൽ അവിടേക്ക് എത്തുവാൻ കഴിയത്തില്ല. I don't know what that is. Only God can judge what that is. എനിക്കറിയത്തില്ല. ദൈവത്തിന് യഥാർത്ഥമായി നിങ്ങളെ വിധിക്കുവാൻ കഴിയും. Amen. When in his measurement he will expect a certain level of perfection from us. ആമേൻ. അവൻ നിങ്ങളെ നോക്കി നിങ്ങളെ ഒന്ന് അളക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ചില മെഷർമെന്റ് അവന്റെ സന്നിധിയിലുണ്ട്. And the Holy Spirit of God and the Word of God is daily preparing for that. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ തിരുവചനം ഇത് ഓരോ ദിവസവും നമ്മളെ അതിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. Why are you here this morning? എന്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു? Amen. Why am I preaching to you this morning? എന്തുകൊണ്ട് ഞാൻ ഈ വചനം നിങ്ങളോട് വിളിച്ചു പറയുന്നു? This is a waste of time. ഇതൊരു വേസ്റ്റ് ദൈവം ഒരു പാഴായ സമയം പാഴാക്കുവാണോ? No, God is giving us an opportunity after opportunity to really to become perfect in his presence. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും തികഞ്ഞവരാകുവാൻ തക്കവണ്ണം തരുന്ന ഒരു സമ്പൂർണ്ണ ഒരു അവസരം, ഒരു സുലഭ അവസരമല്ലേ ഇത്? Amen. You may be going through some trials now. ചില പരിശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണോ? And you probably is asking the question, Lord, when will this come to an end? എപ്പോഴാണ് എന്റെ പരിശോധനകൾക്ക് ഒരു അന്ത്യം ഉണ്ടാകണമെന്നേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. I mean, that also answers the question when God thinks that when you are getting perfect and what he accomplished through that one, then it will come to an end. എപ്പോഴാണോ തികഞ്ഞവര് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ തികഞ്ഞവര് സമ്പൂർണ്ണനെ കാണുമ്പോൾ അപ്പോൾ നിങ്ങളുടെ പരിശോധനകൾ അവസാനിക്കുമെന്ന് കാണുന്നു. Until that time we can pray and pray and pray. ആ സമയത്തോളം നമുക്ക് പ്രാർത്ഥനയോട് കൂടിയേ മുമ്പോട്ടോടാൻ കഴിയും. But God knows, the one who has the fiery eyes, the one who knows my thoughts, the one who knows all about me knows when I am reaching to that level of what he is expecting. അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവന്, സകലത്തിനും സൃഷ്ടിച്ചവൻ, സകലത്തിനും അധികാരിയായവന് എപ്പോഴാണോ തന്റെ ഹിതപ്രകാരം തന്റെ മകനും മകളും അവിടെ എത്തുന്നുവോ അപ്പോഴാണ് നിങ്ങളുടെ പരിശോധനയ്ക്ക് അന്ത്യം കുറിക്കുന്നത്. Amen. Praise God. That's where it is. അവിടെ വരെ നിങ്ങൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കും. Our goal in this life is to, amen, have an education, career, home, family. All of that is good, but that's where most of our goal is. ആമേൻ. നാം ആയിരിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ പഠിത്തമായിരിക്കാം, നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ ഉന്നത സ്ഥാനമായിരിക്കാം, അതായിരിക്കാം നമ്മുടെ ചിന്ത, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. But that's not what God's goal is. അതല്ല ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. God's goal is to make you and me perfect in his presence. ആമേൻ. തന്റെ സന്നിധിയിൽ നിങ്ങളെ ഒരു തികഞ്ഞവരായി ആക്കിയെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And so he will insert a certain level of trials into our life. അത് നേടിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിശോധനകൾ ദൈവം വിട്ടുതരുന്നുണ്ട്. So if we know this morning one thing, ഒരു കാര്യം നമ്മൾ യഥാർത്ഥമായി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, the trial that I go through, ഈ പരിശോധന, ഞാൻ കടന്നു പോകുന്ന ഈ പരിശോധന, it is under the sovereign authority of God. ദൈവത്തിന്റെ പരമോന്നത അധികാരത്തിന് കീഴിലാണ്. He has the ultimate wisdom. അവിടുന്നാണ് പരമോന്നത ജ്ഞാനമുള്ളത്. He knows the beginning and the end. ആദ്യവും അന്ത്യവും അറിയുന്നവന്. And he is the one that divinely put that in my life. ദൈവിക ഇഷ്ടത്താൽ ഹിതത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് അവനാണ് ഇട്ടത്. And he put that in my life to accomplish something for him. എന്തോ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ തക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞിട്ട പരിശോധന. And he is
daily accomplishing that. അവൻ അത് പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ അത് നേടിയെടുക്കുക ചെയ്യുന്നത്. When we know that when it is a joy in our life. എപ്പോഴാണ് അതൊരു സന്തോഷമെന്ന് തിരിച്ചറിയുന്നത്? Because God is accomplishing something in my life, so I rejoice. അവൻ എന്റെ ദൈവം എന്തൊക്കെയോ ഈ പരിശോധനയിൽ കൂടി നേടിയെടുക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഇതൊരു സന്തോഷമായി ഞാനും നിങ്ങളും എണ്ണും. Sometimes when we go through difficulties, പ്രശ്നങ്ങളിൽ കൂടി നാം കടന്നുകൊണ്ട് when we go through trials, പരിശോധനകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ we try to fix the situation. ആ സാഹചര്യത്തെ ഫിക്സ് ചെയ്യാൻ ഒന്ന് ക്രമപ്പെടുത്താൻ നമ്മൾ നോക്കും. We do humanly everything possible to fix the ആ situation. സാഹചര്യത്തെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ മാനുഷികമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്യില്ലേ? But this morning I want to caution you something. എന്നാൽ ഇന്ന് നിങ്ങൾ ഒരു മുന്നറിയിപ്പോട് നിങ്ങളോട് പറയട്ടെ. I mean, if God is the one allowing the trial in your life, നിങ്ങളുടെ ജീവിതത്തിലെ സഭാപരമായ ദൈവമാണ് അത് ആ പരിശോധന അനുവദിക്കുന്നെങ്കിൽ you can do everything but the situation may not change. നിങ്ങളുടെ മാനസിക കാര്യത്തിൽ നിങ്ങളുടെ ബുദ്ധിക്ക് ഉതകുന്ന എല്ലാം ചെയ്യാം, എന്നാൽ അത് or even if you fix one situation, another one will come into your life. നിങ്ങൾ ഒരു സാഹചര്യം നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും, മറ്റൊരു പരിശോധന നിങ്ങളുടെ ഉള്ളിൽ വരും. Because brother and sister, he is concerned about your eternity with him. നിങ്ങളുടെ eternal ആ നിത്യതയാണ് കാണുന്നത് കൊണ്ട് മാത്രം ആ സഹോദരി. So this morning let's change our attitude. നമ്മുടെ മനോഭാവം ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് മാറ്റിയെടുക്കാമോ? If God is accomplishing something through the trial, അവൻ പരിശോധനയിൽ കൂടി ദൈവം ചില നേടിയെടുക്കുന്നെങ്കിൽ, amen, that is a great thing in our life. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്വമായ ഒരു അനുഭവമായി നാം കാണണം. And here he says the trial bring endurance in our life. ആമേൻ. ഈ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. That's one thing that I want to focus now. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ അതാണ്, അത് ഒന്ന് മാത്രമാണ് എനിക്ക് കാണുന്നത്. What is an endurance mean? എന്താണ് സ്ഥിരത എന്ന് പറയുന്നത്? Yeah, endurance, steadfastness, perseverance, all kinds of words are translated for that one. ആമേൻ. പല തരത്തിലെ സ്ഥിരത ഈ എൻഡ്യൂറൻസിനെ കാണുന്നുണ്ട്, സ്ഥിരതയായി കാണുന്നുണ്ട്. But endurance, the sthirada, patience, all of these things, only one thing it accomplishes. ആമേൻ. ഒറ്റ കാര്യം മാത്രം നേടിയെടുക്കുവാൻ തക്കവണ്ണാണ് എൻഡ്യൂറൻസ് അല്ല സ്ഥിരത ലക്ഷ്യമാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. I want to kind of prove with a few examples. ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. If you look at a Job's life, ആമേൻ. യോബിന്റെ ജീവിതത്തെ ഒന്ന് നോക്കുമ്പോൾ he accomplished endurance going through a suffering. ആമേൻ. ചില പ്രയാസങ്ങളിൽ കൂടിയാണ് തന്റെ ജീവിതത്തെ കടത്തിവിട്ടാണ് ആ സ്ഥിരത യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. But if you look at Apostle Paul, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ നിങ്ങൾ നോക്കുമ്പോൾ the endurance God accomplished in his life is through the ministerial hardship. അവിടെ കടന്നു വരുന്ന ശുശ്രൂഷയിൽ കടന്നു വന്ന കഠിനമായ ശോധനകളിൽ കൂടിയാണ് ആ സ്ഥിരത പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. Apostle Paul, you know, so I'm not going to bore you with that one because I don't have the time to read. You know, the 2 Corinthians chapter 4 verse 8 and 9 and all of these things we say, I am pressed down, I am beaten up, I am perplexed, I am being persecuted. I mean, you name it, the man went through it. ആമേൻ. ഈ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4:8-9 കടന്നു വരുമ്പോൾ ഞാൻ കടന്നു പോകുന്ന പീഡനങ്ങള്, പ്രയാസങ്ങള്, പ്രശ്നങ്ങള്, കപ്പൽ ഛേദമായ അനവധിയായ കഷ്ടങ്ങള് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ? But there is a proof of his endurance. എന്നാൽ ആ സ്ഥിരതയ്ക്ക് മറ്റൊരു തെളിവ് അവിടെ ജീവിതത്തിൽ കൂടി നമ്മൾ കാണുന്നു. 2 Timothy, when he writes chapter 4 to Timothy, he writes like this. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, I fought my fight, ഞാൻ നല്ല പോർ പൊരുതു, I ran my course, ആമേൻ, ഞാൻ എന്റെ ഓട്ടം തികച്ചു, and I am waiting for the crown. ആമേൻ, ഞാൻ ആ നീതിയുടെ കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. This is not the words of a disappointment. ആമേൻ. ഇതൊരു നിരാശയുടെ വാക്കിൽ നിന്ന് ഉതിരുന്നതല്ല. This is a man who had a strong endurance in his life. ഒരു നല്ല സ്ഥിരതയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് വരുന്നതല്ലേ? The trials after the trials after the trials really accomplished endurance in his life. ആമേൻ. ജീവിതത്തിൽ കടന്നു വന്ന പരിശോധനകൾ ദൈനംദിന കടന്നു വരുന്ന നേരിട്ടുകൊണ്ട് ഒരു സ്ഥിരതയോടുള്ള ഒരു ജീവിതത്തെയാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ കൂടി കാണാൻ കഴിയുന്നത്. Let me quickly bring in front of you these 3 characters. 3 സ്വഭാവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. The first person I want to talk about is Joseph. യോസഫിന്റെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. You know, he went through a lot of trials. അനേക പരിശോധനകളിൽ കൂടി കടന്നു പോകുന്ന ജോസഫ്. But what was God doing in his life? എന്നാൽ അവിടുത്തെ അവന്റെ ജീവിതത്തിൽ എന്താണ് ദൈവം ചെയ്തുകൊണ്ടിരുന്നത്? In modern terms, I want to use a term called, mostly software people know this one, so if I'm saying incorrectly, please see me afterwards. There is 2 terms they use regularly.
called a load testing and stress testing. സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആയിരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ലോഡ് ടെസ്റ്റിംഗും അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റിംഗും എന്നുള്ള രണ്ട് തരത്തിലുള്ള ടെസ്റ്റ്. Yeah, the load testing is like they write a program and the developers from different places write all these things and then finally they kind of test it to see that work the architect designed whether it's accomplishing the purpose. പല തരത്തിലുള്ള പല ഇടങ്ങളിൽ നിന്ന് ഡെവലപ്പേഴ്സ് കമ്പോണന്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് യഥാർത്ഥമായി ഇത് വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കുന്ന അവസ്ഥ. So then the first thing is the load test passed because they kind of really realized that the software works. എങ്ങനെ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനത്തിൽ. The next step is the stress test. അത് കഴിഞ്ഞിട്ടാണ് സ്ട്രെസ് ടെസ്റ്റ് നടത്തുന്നത്. So what they do is they massively created different scenarios and different flood this with information and everything and kind of see whether the software can carry out this thing, all of this massive influx of these things, whether it will crash the server or it will do the job. ഈ ആപ്ലിക്കേഷന്റെ അകത്തേക്ക് പല തരത്തിലുള്ള ടെസ്റ്റുകൾ അതിനകത്തേക്ക് കൊടുത്തിട്ട് പല ക്രൈറ്റീരിയാസ് അതിനകത്തേക്ക് കൊടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ സർവൈവ് ചെയ്യുമോ അതിന് യഥാർത്ഥമായ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന സ്ട്രെസ് ടെസ്റ്റ്. The purpose of the stress test is not to destroy the whole thing and the company. തന്റെ ആപ്ലിക്കേഷനെ നശിപ്പിക്കാൻ തന്റെ കമ്പനിയെ നശിപ്പിക്കാനോ അല്ല സ്ട്രെസ് ടെസ്റ്റ് നടത്തുന്നത്. The stress test is giving it to see that it can meet all of the situation and if it is ready it will be launched and it will be good for everybody. തന്റെ ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് യഥാർത്ഥമായി തിരിച്ചറിയുവാൻ തക്കവണ്ണമാണ് സ്ട്രെസ് ടെസ്റ്റ് നടത്തുന്നത്. Many of us have only passed the load test. പലപ്പോഴും ഞാനും നിങ്ങളും ലോഡ് ടെസ്റ്റ് ചിലപ്പോൾ നമ്മൾ പാസ് ആവുന്നുണ്ട്. But when God is not really done with the load test. ദൈവം അത് ലോഡ് ടെസ്റ്റിൽ നിന്ന് അത് ടെസ്റ്റ് ചെയ്ത് നിർത്തത്തില്ല. He got Joseph into the prison. യോസഫിനെ ഒരു തടവറയ്ക്കകത്തിടുന്നു. Before that he was sold. അതിനു മുമ്പ് തന്നെ അവനെ വിറ്റത്. So he is a slave, he is in a prison and you know that even through all of that thing. അടിമയായി തടവറയ്ക്കകത്ത് അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ. At home he passed the load test but in the prison he passed the stress test. ഭവനത്തില് അവൻ ലോഡ് ടെസ്റ്റ് പാസ് ചെയ്തെങ്കിലും തടവറയ്ക്കുള്ള സ്ട്രെസ് ടെസ്റ്റ് അല്ലേ പാസ് ചെയ്തത്. Because the stress test was needed for him to go to the palace to rule and get the entire weight of Egypt. Hallelujah. തടവറയ്ക്കുള്ള സ്ട്രെസ് ടെസ്റ്റിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ആ രാജകൊട്ടാരത്തിനകത്ത് ഒരു ഈജിപ്തിനെ ജനങ്ങളെ മൊത്തവും ഭരിക്കുവാനുള്ള ഒരു അധികാരം അവന് മേൽ വരത്തുള്ളൂ. Brother and sister, you and me have a great desire to kind of bring people to Christ. ക്രിസ്തുവിലേക്ക് അനേക ആത്മാക്കളെ കൊണ്ടുവരണം എന്നുള്ള ആഴമായ ആഗ്രഹത്തോടുകൂടിയല്ലേ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ. Then we do a lot of things. അതിനുവേണ്ടി ഞാനും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാറില്ലേ. Many of that thing is good for load testing. അതൊക്കെ നമ്മൾ ലോഡ് ടെസ്റ്റിന് വേണ്ടി ചെയ്യുന്നു. But it just stress test is that when the trial come into our life. പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥ സ്ട്രെസ് ടെസ്റ്റ് വരുന്നത്. Then we will know, do we really believe what we believe? നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥമായി ആഴമായി വിശ്വസിക്കുന്നുവോ എന്ന് ആ പരിശോധനയിൽ കൂടി നാം തിരിച്ചറിയാൻ കഴിയും. Do I am called to pray even when the greatest pain, can I still love the Lord? പരിശോധനകൾ ആഴമായ വേദനകൾ ജീവിതത്തിൽ ആഴമായ മുറിവുകൾ ഏൽക്കുമ്പോൾ യഥാർത്ഥമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ടോ? 7 years almost a prison. God never spoke one time to Joseph, but he knew he still loved the God. 7 വർഷക്കാലം തടവറയ്ക്കുള്ള നിശബ്ദനായി നിൽക്കുന്ന ദൈവത്തെ കണ്ടിട്ട് എന്നൊരു എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടെ ഇരിക്കുന്നവൻ. This morning somebody here is thinking, God, you are silent to me. എന്റെ ദൈവം ഈ എന്നോട് നിശബ്ദനായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ ചിന്താഭാരത്തോടെ ഇവിടെ ആയിരിക്കുന്ന വ്യക്തിയെ. Even last night you said, Lord, you are silent, you are silent, you are not coming for me. കഴിഞ്ഞ രാത്രിയിൽ പോലും തന്റെ കിടപ്പറയ്ക്കകത്ത് ദൈവമേ അങ്ങ് എന്റെ വിഷയത്തിൽ നിശബ്ദനായിരിക്കുന്നു എന്നുള്ള ചിന്ത. Child of God, God is sending you the stress test. You are on the peak of the stress test. ദൈവ പൈതലേ ദൈവത്തിന്റെ ഒരു സ്ട്രെസ് ടെസ്റ്റിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. God knows. ദൈവത്തിന് ആഴമായി അറിയാം. There will be a day the king will not have a sleep. രാജാവിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു ദിനം നിങ്ങളുടെ There will be a day, there will be a dream for the king. രാജാവിന്റെ ഒരു സ്വപ്നം വരുന്ന ഒരു ദിവസമുണ്ട്. There will be a day that you will be escorted out of the earth. ഇവിടെ നിന്ന് മാറുന്ന ഒരു അവസ്ഥ. There will be a day God will honor you.
നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. Amen. God is perfecting you. ഓ നിങ്ങളെ ദൈവം തികഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. That is what was happening with Joseph. അതാണ് യോസഫിന്റെ ജീവിതത്തിൽ കൂടി നാം കാണുന്നത്. Let me give you another one. മറ്റൊരു ഉദാഹരണം കൂടെ പറയട്ടെ. And a few more minutes. What happened to Job? ആമേൻ. ഈ യോബിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? There is a Japanese use a method called a kintsugi method. That means if a pottery, a very precious plate or some kind of pottery, when it accidentally fell and it break, instead of throwing it away, they use this kintsugi method. ആമേൻ. ജപ്പാനിൽ വളരെ വിലയേറിയ പാത്രങ്ങൾ ഉടയുവാണെങ്കിൽ അവിടെ അതിനെ തിരിച്ചെടുക്കുന്ന കിൻസുഗി എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. Yeah, they take the pieces together and they genuine gold particles mixed with a glue, a lacquer, and then they put it together this thing and glue it back. ഈ ഉടഞ്ഞ പാത്രങ്ങൾ എടുത്തിട്ട് അതിന് ചില സ്വർണ്ണ പൊടികൾ കൊണ്ട് ലാക്കർ എന്ന് പറഞ്ഞ ഒരു ഗ്ലൂ ഉപയോഗിച്ച് അതിനെ വീണ്ടും ചേർത്തെടുക്കുന്ന ഒരു അവസ്ഥ. Believe it or not, that is more valuable than, more pricey than the one earlier. അവന് മുമ്പുള്ള ഈ പാത്രം മുമ്പുള്ളതിനെക്കാട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് അത് മാറുക. Because the golden that particles with the glue now is so glamorous. The people think that scar is so beautiful and that artifact is so precious. They give a lot of money to buy that thing. ആമേൻ. ഈ വേലയിൽ കരവേലയിൽ കൂടി ചെയ്തെടുത്ത ഈ പാത്രം കാണുമ്പോൾ, ആ സ്വർണ്ണത്താൽ തിളങ്ങുന്ന പാത്രം കാണുമ്പോൾ അതിന് മുന്നുള്ള വാല്യൂവിനെക്കാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം മൂല്യതയുള്ള ഒരു പാത്രമായി മാറുകയാ. That's what happened with the life of Job. അതാണ് യോബിന്റെ ജീവിതത്തിലും നാം കാണുന്നത്. His life was shattered one day. ഒരു ദിവസം തന്റെ ജീവിതം ചിതറിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. His health, his wealth and everything was broken. തന്റെ ആരോഗ്യം, തന്റെ സമ്പന്നത എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. And he went through the trial for a few days. കുറച്ച് ദിവസങ്ങൾ ആ പരിശോധനയിൽ കൂടി കടന്നു പോകുന്നു. And he did not give up. എന്നാൽ അവിടെ ഒന്നും ഉപേക്ഷിച്ചു പോകാതെ, He did not sin. അവിടെ ഒന്നും ചെയ്യാതെ. Amen. And one day, it was not a God just thing. He put by his presence, coming in and putting all the broken pieces of Job together. And that's why he is saying that I came out as the gold purified in gold. ആമേൻ. എന്നാൽ ഉടഞ്ഞ അവസ്ഥയിലായിരുന്നത് ഇയ്യോബിന്റെ ജീവിതത്തെ അവനെ ഒരുമിച്ച് ചേർത്തിരുന്ന് അത് സ്വർണ്ണമൂതി കഴിച്ചെടുക്കുന്നത് പോലെ മനോഹരമായ ഒരു സ്വർണ്ണമായി അവനെ ദൈവം മാറ്റിയെടുത്തു. Brother and sister, some of you may be going through that one. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ചിലര് പ്രയാസ പ്രശ്നങ്ങളിൽ കൂടി ശോധനകളിൽ കൂടി കടന്നു പോകുന്നു. Your brokenness that you say, Lord, who sees my brokenness? അവൻ എൻ്റെ ഉടഞ്ഞ അവസ്ഥ ജീവിതം ആര് കാണുന്നു എന്നൊരു ചിന്ത. Who can glue it together, the broken pieces of my heart, O Lord? എൻ്റെ ഹൃദയത്തിന്റെ ഉടഞ്ഞ അവസ്ഥ ആർക്കൊന്നും ഒറ്റിച്ചു ചേർക്കുവാൻ കഴിയും. Lord, I am no more the same person that I used to be. ഞാൻ എങ്ങനെയായിരുന്നു ആ വ്യക്തി അതുപോലല്ല ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. I am broken. ഞാൻ ഇപ്പോൾ ഉടഞ്ഞ അവസ്ഥയിലാണ്. But you are not done, my brother and sister. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങൾക്ക് ചെയ്യാനുള്ള ചില പ്രവൃത്തികൾ അത് തീർന്നിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. If the trial of God is the one that broke you into that way, and He is sovereign God, He has a plan to put you together, and He will make you even better. ദൈവത്തിന്റെ പരിശോധനയിൽ കടന്നു പോകുന്ന നിങ്ങൾ ആ ദൈവത്തിന്റെ പരിശോധനയുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഉടഞ്ഞതെങ്കിൽ ആ ദൈവം പരമോന്നതനായ ദൈവം തന്നെ ആ ഉടഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒട്ടിച്ചു ചേർക്കുവാൻ ശക്തനെന്ന് തിരിച്ചറിയുക. Job is an example. He is speaking to us this morning. അവൻ ഇയ്യോബിന്റെ ഉദാഹരണം ഈ തിരുവചനത്തിൽ കൂടി എന്നോട് നിങ്ങളോട് വിളിച്ചു പറയുന്നു. This Bible is not a lie. അവൻ ഇതൊരു കള്ളം വിളിച്ചു പറയുന്ന ഒരു വചനമല്ല. This is not a story book. ഇതൊരു ചരിത്ര സംഭവങ്ങൾ വിളിച്ചു പറയുന്നതല്ല. This book is telling this is the word of God. ഓ ഇത് ദൈവത്തിന്റെ വചനമെന്ന് ഇത് വിളിച്ചു പറയുക. I don't know what you were going through. I don't know why you came this morning to here, but God has a specific message and He wanted to encourage you. That's why He gave me this message. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ ഏത് ശോധനയിൽ കൂടെ കടന്നു പോകുന്നെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ പോലും ഈ തിരുവചനത്തിൽ കൂടി ഈ ദൂതിൽ കൂടി നിങ്ങളോട് എന്തൊക്കെയോ ദൈവത്തിന് വിളിച്ചു പറയുവാനുണ്ട്. There is only one who is the master to break, put together the broken pieces. ആമേൻ. ഉടഞ്ഞ അവസ്ഥയെ ഒരുമിച്ച് ചേർക്കാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. If you give it to Him, He will perfect it. അവന്റെ സന്നിധിയിൽ നിങ്ങൾ കീഴടക്കത്തോടെ നിങ്ങൾ അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കി
മടക്കുമ്പോൾ അവന് നിങ്ങളെ തികഞ്ഞവരായി ഏറ്റെടുക്കുവാൻ കഴിയും. So Joseph and Job, let me tell what happened in the life of Paul. ആമേൻ. യോസഫും യോബിനെ പറ്റി പറയുന്നാൽ പോളിന്റെ അവസ്ഥയൊന്ന് ജീവിതാവസ്ഥയൊന്ന് ഏറ്റെടുത്ത് നോക്കി. Amen. Job, this whole thing came to him. He didn't ask for it. ഒന്നും ചോദിക്കാതെ തന്നെ അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലേക്ക് യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവസ്ഥ. കഷ്ടത ഇങ്ങനെ യോബിന്റെ ജീവിതത്തിലോട്ട് അങ്ങ് വരിക, എങ്ങും പോകണ്ട. This is the nature of some people, that they don't have to go anywhere. This thing come right to them. അപ്രതീക്ഷിതമായി ചോദിക്കാതെ നനയ്ക്കാതെ തന്റെ ജീവിതത്തിലേക്ക് പ്രയാസ പ്രശ്നങ്ങൾ കടന്നു വരുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. But Paul is not that way. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ വഴി അങ്ങനെയല്ലായിരുന്നു. He was going forward for that one. ഈ പ്രശ്നങ്ങളെ നേരിടുവാൻ തക്കവണ്ണം മുമ്പോട്ട് ഇറങ്ങി തിരിച്ച പൗലോസ് If he was willing to live in a comfortable life in his own house, there won't be any trial for that man. തന്റെ സ്വഭവനത്തിൽ തന്റേതായ ആശ്വാസത്തിന്റെ ഭവനത്തിൽ അവൻ അവിടെ ഇരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ശോധനകൾ അവന്റെ ജീവിതത്തിൽ വരത്തില്ലായിരുന്നു. But he asked for it, he went for it, because he know that there is a purpose for that. അവൻ എന്നാൽ മുമ്പിൽ കാണുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങി. Amen. Will you be willing to do that way? അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുവാൻ ഞാനും നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുവോ? Amen. For every marathon runner, there is a term they use called a wall point, a brick point. മാരത്തോൺ ഓടുന്നവര് എപ്പോഴും ഒരു മതിലുണ്ടെന്നുള്ള ഒരു വർത്തമാനം അവർ പറയാറുണ്ട്. There is a point in their running, they feel like a brick wall. That is the total journey race is about 26.2 or something like that. But any runner, when they run up to the 20th mile, ആമേൻ, 26.2 മൈൽസ് ഓടുന്ന മാരത്തോൺ റണ്ണില് 20ാമത്തെ മൈലിൽ എത്തുമ്പോൾ they feel like they cannot go anymore. ആ 20 മൈലിന് അപ്പുറം കടക്കുവാൻ Their കഴിയാത്ത energy is gone. അവരുടെ ഉള്ളിലുള്ള എനർജി കടന്നു പോകുന്നു. The body has more energy and carbohydrate. തന്റെ ജീവിതം തന്റെ ശരീരം കാർബോഹൈഡ്രേറ്റ്സ് ആഗ്രഹിക്കുമ്പോൾ The body will say quit. അവൻ അവിടെ നിന്ന് ഉപേക്ഷയായി വിചാരിച്ചു They call that is a wall moment. അതൊരു വോളിന്റെ വലിയൊരു മതിൽക്കെട്ടായിട്ട് അവരുടെ ആ മാരത്തോണിൽ കാണുന്നു. But the runner, the trained runner, know one thing. എന്നാൽ ഈ മാരത്തോൺ ഓടുന്ന വ്യക്തിക്ക് അറിയാം, Mentally they get they're trained for that. മാനസികമായി അവർ തയ്യാറെടുത്തിട്ടുണ്ട്. That very moment, ആ സമയം അടുക്കുമ്പോൾ they have to speak their mind to their body like this. തന്റെ മനസ്സിൽ തന്റെ ശരീരത്തോട് ഇങ്ങനെ വിളിച്ചു പറയും, I did not practice for 5 years or 3 years or every morning and night for this moment. ഓരോ നിമിഷവും ദിവസവും ഓരോ വർഷവും ഞാൻ ട്രെയിൻ ചെയ്തത് ഇതിനു വേണ്ടിയല്ല. Not to quit at this point. 20ാമത്തെ മൈലിൽ കിറ്റ് ചെയ്ത് പോകുവാനല്ല. I am going to move forward. ഞാൻ ഇതിനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകും. And the mind will push and stress forward. ആ 20ാം മൈലിൽ തന്നെ പുഷ് ചെയ്ത് മുമ്പോട്ട് ഓടുന്നു. And somehow they will make it to the 21st mile. ആമേൻ. അവിടെ നിന്ന് അവിടെ 21ാം മൈലിലേക്ക് അവർ കാലെടുത്തു വെച്ചു. They break the wall and then they can go. ആ മതിൽക്കെട്ടിനെ മാനുഷികമായി ഇടിച്ചു കളഞ്ഞ് തകർത്ത് കളഞ്ഞ് അവർ മുമ്പോട്ട് ഓടുന്നു. Some of you are in a wall point this morning. വലിയൊരു മതിൽക്കെട്ടിന്റെ ജീവിതത്തിൽ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ. Amen. This morning the Holy Spirit is saying, don't quit. ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് മാറരുത്. Don't abort your plan. ആമേൻ. നിങ്ങൾ എന്ത് പദ്ധതി ആയിക്കോട്ടെ, Don't give up. അത് ഉപേക്ഷയാകരുത്. Keep going. അതൊക്കെ ഉപേക്ഷിക്കാതെ മുമ്പോട്ട് ഓട്. Because there is a purpose on it. ഒരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് ഓട്. You can do it. നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കുവാൻ കഴിയും. You are at the almost close to the destination. ആ ദിശയിലേക്ക് എത്തുവാൻ, ഡെസ്റ്റിനേഷൻ എത്തുവാൻ നിങ്ങൾ അവിടത്തേക്ക് എത്തുവാണ്. Only 5 more miles to go. 5 മൈൽ മാത്രമേ ഉള്ളൂ ദൂരം. You ran 20 miles. 20 മൈൽ വരെ നിങ്ങൾ ഓടിയില്ലേ? Hallelujah. That's what Apostle Paul realized. അതാണ് അപ്പോസ്തലൻ പൗലോസ് അവിടെ റിയലൈസ് ചെയ്തത്. Every shipwreck comes into his life. തന്റെ ജീവിതത്തിൽ അകപ്പെടുന്ന ഓരോ കപ്പൽ ഛേദത്തിനും, Every time he was beaten. അവൻ ഓരോ അടി കൊള്ളുമ്പോഴും, When every time he was hungry. എപ്പോഴും ഏത് സമയത്ത് വിശക്കുമ്പോഴും, When he was being so many troubles. അനന്തമായ പ്രയാസങ്ങളിൽ കൂടി കടന്നു He പോകുമ്പോഴും, was facing a brick wall. ഓരോ സമയത്തും ആ മതിൽക്കെട്ട് തന്റെ മുമ്പിലായിരിക്കുന്ന അവസ്ഥ. But the man didn't quit. എന്നാൽ ആ മതിൽക്കെട്ടിന്റെ അവസ്ഥയിൽ പുറകോട്ട് പോകാത്ത ഒരു അപ്പോസ്തലനെ
അങ്ങനെയാ കാണുന്നത്. Oh, he went forward and said, I run my course. ഓ ഞാൻ എന്റെ ഓട്ടം തികച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു. Hallelujah. That's what God called you and me. അതിനുവേണ്ടിയാണ് എന്നെ നിങ്ങളെ ദൈവം ഇവിടേക്ക് വിളിച്ചു വേർതിരിച്ചത്. When the trial come into our life, ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ we cannot quit. ഓ അവിടെ നിന്ന് ഉപേക്ഷിച്ച് മടങ്ങി പോകുവാനല്ല. Because God has a purpose. ചില ലക്ഷ്യങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്തെടുക്കുവാനുണ്ട്. His hand is on the pulse. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഓരോ പൾസിലും അവിടുത്തെ പരമോന്നത കരമുണ്ട്. He knows when to stop and when to start. എപ്പോൾ തുടങ്ങണം എപ്പോൾ ആരംഭിക്കണമെന്ന് യഥാർത്ഥമായി തിരിച്ചറിയുന്ന ദൈവം. Amen. Instead of questioning and trying to find out the answer. ആമേൻ. ചോദ്യം ചെയ്ത് അതിനകത്ത് ആൻസർ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. This morning can we change our attitude and say, ഇന്ന് പ്രഭാതത്തിൽ ആ മനോഭാവത്തിൽ നിന്ന് മാറ്റം വരുത്താമോ? Lord, what do you want to accomplish in my life? എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ കൂടി എന്താണ് അങ്ങേക്ക് നേടിയെടുക്കുവാനുള്ളത്? Oh, I am not perfect in this area. ആമേൻ. ചില സ്ഥലങ്ങളിൽ ഞാൻ പെർഫെക്റ്റ് തികഞ്ഞവരായി കാണുന്നില്ലല്ലോ. Lord, I know I need improvement there. എന്റെ ചില ഇടങ്ങളിലെ ഇംപ്രൂവ്മെന്റ് വേണം. I am going to go forward. I want to make improvement there. ഓ ഞാൻ ഏത് ഏരിയയിലാണോ ഞാൻ മെച്ചുറാവേണ്ടത് അതിൽ ഞാൻ തികഞ്ഞവരാകാൻ പോകുകയാണ്. Amen. Self-examination. തന്നെ തന്നെ സ്വയം ശോധന ചെയ്ത് And tell God, I need your grace and strength that I need to become perfect in that അങ്ങയുടെ area. കൃപയും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയാണോ കുറവുള്ളത് കുറവ് നികത്തിക്കൊണ്ട് തികഞ്ഞവരായി മുമ്പോട്ട് പോകാൻ Lord, I'm going through big trial in my life. പലവിധമായ വലിയ പരിശോധന കൂടി ഞാൻ കടന്നു പോകുന്നു കർത്താവേ. For long I have been complaining about it. അതിനുപറ്റി ഒരുപാട് ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. But if I look at today, I am nowhere near the perfection you expect me. അങ്ങയുടെ ആഗ്രഹപ്രകാരം ഹിതപ്രകാരമുള്ള ഒരു തികവിന്റെ തികവിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. Lord, this morning I surrender whatever is in my life. The primary goal is to make me like your son. ആമേൻ. അങ്ങയുടെ പുത്രനെ പോലെ തികവുള്ള അവസ്ഥയിലേക്ക് എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, help me for that one. അതിനുവേണ്ടി എന്നെ ഒന്ന് സഹായിക്കണമേ. Oh Lord, I thank you for you accomplishing a purpose in me. എന്റെ ജീവിതത്തിലൂടെ അങ്ങ് നേടിയെടുക്കുന്ന ലക്ഷ്യത്തിനായി അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. When I was going through the trial, the devil continuously spoke to me and said, there is no meaning for your life. പരിശോധനകൾ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ പിശാച് എന്റെ മുമ്പിൽ നിന്ന് നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല ലക്ഷ്യവുമില്ല എന്ന് എന്നോട് വിളിച്ചു പറയുമ്പോൾ But thank you, Lord, Holy Spirit, Jesus, this morning reminded me that yes, there is a meaning and purpose. You are doing it. Hallelujah. ആമേൻ. ഒന്നുമില്ലാത്ത Oh, glory. വിളിച്ചു പറയുമ്പോൾ ഓ ക്രിസ്തുവിനാൽ എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ഒരു അർത്ഥമുണ്ട് യഥാർത്ഥമായി എന്നെ ഗ്രഹിപ്പിച്ചെന്ന ദൈവത്തിന് നന്ദി. This morning the devil is a liar and my God is true and he is doing what he is supposed to do in my life. ആമേൻ. കള്ളത്തരം പറയുന്ന പിശാചല്ല എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. I will come out lacking nothing in my life. ആമേൻ. ഞാൻ ഒന്നുമല്ല തികവില്ലാതെ ഒന്നിനും കുറവില്ലാത്തവനായി തികഞ്ഞവനായി ഞാൻ പുറത്തേക്ക് വരും. Amen. That day is in front of me. ആ ഒരു ശുഭദിനം എന്റെ മുമ്പിലായിരിക്കും. Amen. The trumpet will sound. ആമേൻ. കാഹളം ധ്വനിക്കുന്ന സമയത്ത് Oh, I will be taken up into his presence. ആമേൻ. ആ സാന്നിധ്യത്തിലേക്ക് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ. For that my God is perfecting me. അതിനുവേണ്ടി എന്നെ തികഞ്ഞവനായി എന്റെ ദൈവം എടുക്കുകയാണ്. That's why a non-believer is not going through what I go through. അതുകൊണ്ടാണ് ഒരു അവിശ്വാസി കടന്നു പോകാത്ത ചില ശോധനകൾ കൂടി വിശ്വാസിയായി ഞാൻ കടന്നു പോകുന്നത്. And I thank God for that. അതിനുവേണ്ടി ഞാൻ എന്റെ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ. And I see, Lord, when I look at the purpose, I see a joy in it. അവൻ അങ്ങനെയുള്ള ദൈവത്തിന്റെ പദ്ധതി ഞാൻ എന്റെ ഉൾക്കണ്ണിൽ കാണുമ്പോൾ അതിൽ കൂടി ഞാൻ സന്തോഷം ഞാൻ കാണുന്നു. That's why book of Hebrews it says that when Jesus was taking up the cross, he saw the joy in front of him. ആമേൻ. തന്റെ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു യേശുക്രിസ്തു ക്രൂശിൽ തന്റെ മുമ്പിലുള്ള ആ സന്തോഷത്തെ ഗ്രഹിച്ചുകൊണ്ട് ക്രൂശ് ചുമക്കുന്നു എന്ന് പറയുന്നു. Yes, there is a joy because he knows there is a purpose. ആമേൻ. ഒരു ലക്ഷ്യമുണ്ട് ഒരു സന്തോഷമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടുന്നു. This morning that is what God wants to tell you. അതാണ് ഇന്ന് പ്രഭാതത്തിലെ ദൈവം നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്.